കണ്ണൂർ കക്കാട് പുഴാതി ഹൗസിംഗ് കോളനിയിൽ ഏകദേശം ഇന്ന് 1.5 മണിക്കൂർ ഈ റെസ്ക്യൂവേഴ്സ് പിടികൂടാൻ ശ്രമിച്ചിട്ടുള്ള ഇപ്പോൾ പെരുമ്പാമ്പ് ചാക്കിലായിരിക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസമായി ഈ മരത്തിന് മുകളിൽ വലിയ നാട്ടിലെല്ലാവർക്കും ഒരു ഭീതി പരത്തിയിട്ടുള്ള പാമ്പെന്ന് കേൾക്കുമ്പോൾ തന്നെ നാട്ടുകാർക്ക് എല്ലാവർക്കും ജനങ്ങൾക്ക് ഒരു പേടിയാണ്. എന്നാൽ ഈ പെരുമ്പാമ്പിനെ ഇപ്പോൾ പിടികൂടിയിരിക്കുകയാണ്. ഒരു ശ്രമകരമായ ദൗത്യമായിരുന്നു അല്ലേ? അതെ അതെ, രണ്ടുപേരായിരുന്നു ഇതിന് മുകളിൽ കയറിയത്. അതെ അതെ. പേര്? എൻ്റെ ഷാജി. നിങ്ങൾ സന്ദീപ് അല്ലേ? വള്ളിപ്പടപ്പ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിടിച്ച് പുറത്തെത്തിക്കൽ പണിയാണ്. അപ്പോൾ പരമാവധി ബാഗിൽ കയറ്റാൻ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു വള്ളിയിൽ നിന്ന് ഇളകി വരുമ്പോൾ അടുത്ത വള്ളി ചുറ്റി പിടിക്കും. പിന്നെ ഉറുമ്പും ഉണ്ട് അതിൻ്റെ. നമുക്കിതിനനുസരിച്ച് പാമ്പ് പോകുന്നതിനനുസരിച്ച് നമുക്കിതിന് നീങ്ങാൻ കഴിയില്ലല്ലോ. നമുക്ക് നീങ്ങാൻ കഴിയില്ല. ഒന്നാമത് അങ്ങനത്തെ ഒരു വള്ളി കൂടാതെ ഇങ്ങനെ ഈ പറയുന്ന ഒരു ഏകദേശം ഒരു 2-2.5 മീറ്ററൊക്കെ നീളമുണ്ട്. ഉണ്ട് അത്യാവശ്യം വെയിറ്റും ഉണ്ട്. ചിലപ്പോൾ ഒരു ഏതെങ്കിലും ഇരേനെ കണ്ടത് കൊണ്ട് അങ്ങനെ പോയതായിരിക്കും. ചിലപ്പോൾ കയറിപ്പോയി, ചിലപ്പോൾ മരപ്പെട്ടി അങ്ങനെ കയറി കണ്ട് അതിനെ പിടിക്കാൻ മേലെ കയറിയതായിരിക്കും. ഇപ്പോൾ മാർക്കിൻ്റെ പ്രവർത്തകന്മാരാണ്. മാർക്ക് സ്നേക്ക് റെസ്ക്യൂ നടത്തുന്ന ഒരു ടീം ആണ് ഇതിൻ്റെ റെസ്ക്യൂ ചെയ്തിട്ടുള്ളത്. 6 പേരാണുള്ളത്. പലയാളും പല വഴിക്കുള്ള ആൾക്കാരാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഒരു 3 ദിവസം തലശ്ശേരി മുതൽ തളിപ്പറമ്പ് വരെയുള്ള ആൾക്കാരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പിന്നെ വന്യജീവി സംരക്ഷണ സംഘടനയായ മാർക്കിൻ്റെ പ്രവർത്തകരാണ്. ഇതൊരു 3 ദിവസത്തോളമായി നാട്ടുകാർക്ക് ഒരു വല്ലാത്ത രീതിയിലൊരു ഭയം ഉണ്ടായിക്കൊണ്ടാണ് നമ്മളിവിടെ വന്നിട്ട് ഇതിനെ റെസ്ക്യൂ ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എത്തി നമ്മൾ പിന്നെ റെസ്ക്യൂവറായ സന്ദീപും പിന്നെ ഷാജി ബക്കളുമാണ് മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് നല്ലൊരു റിസ്ക് പിന്നെ ഉണ്ടായ സംഭവമാണ് ഇത്. ആണെങ്കിലും നാട്ടിലെ ഒരു ഭീതി പടർത്തിയിട്ടുള്ള പാമ്പിനെ ചാക്കിലാക്കി. അതെ, നാട്ടിലൊരു പെരുമ്പാമ്പിന് ഒരു കാരണവശാലും ഭയക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ വലിപ്പവും ആരോഗ്യം കണ്ടിട്ട് ജനങ്ങൾക്കൊരു ഭയമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഇന്ത്യയിലുള്ള പെരുമ്പാമ്പ് മനുഷ്യന് ഒരിക്കലും ആ ഒരു അപകടം സൃഷ്ടിക്കുന്ന ഒരു പാമ്പല്ല. സ്വയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായിട്ട് അതിനെ എടുത്ത് ഷോ വർക്ക് നടത്തുമ്പോൾ മാത്രമാണ് അതിൻ്റെ അടുക്കുന്ന മനുഷ്യന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടം ഉണ്ടായിട്ടുള്ളത്. അല്ലാത്ത രീതിയിൽ പെരുമ്പാമ്പിൻ്റെ അടുക്കുന്ന മനുഷ്യന് അപകടം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ സ്വാഭാവികമായിട്ട് ഈ പെരുമ്പാമ്പൊക്കെ ഇത്രയും ഉയരത്തിലൊക്കെ കയറി പോകുന്നത് പതിവാണ്. നല്ല രീതിയിൽ കയറിപ്പോകും. അത് ഒറ്റത്തടിയിൽ വരെ കയറി പോകുന്നൊരു പിന്നെ അവസ്ഥയാണ് പെരുമ്പാമ്പുള്ളത്. അതായത് തെങ്ങുമല സാധാരണ ഇതിൽ തെങ്ങുമല വരെ കയറുന്ന വീഡിയോ പല സ്ഥലത്തുനിന്നുള്ള വീഡിയോസും നമുക്ക് വാട്സപ്പിലടക്കം കിട്ടുന്നതാണ്. അങ്ങനെ കയറുന്നതിൽ അങ്ങനെ ഇത്രയും വലിയ തടിയും മണ്ണൊക്കെയുള്ള സ്വാഭാവികമായിട്ട് മനുഷ്യന്മാരുടെ കാര്യമാണെങ്കിൽ കയറാൻ ഒത്തിരി പ്രയാസമായിരിക്കും. പാമ്പിന് അങ്ങനെ ഇത്ര ഈ വലിയ വെയിറ്റ് ഒന്നും ഒരു ബുദ്ധിമുട്ടല്ല. ഒരു കുഴപ്പമില്ല. തലഭാഗം ചുറ്റി പിന്നെ ബാക്കിയുള്ള ഭാഗം കുറച്ച് മുകളിലോട്ട് എടുത്ത് പിന്നെയും റൗണ്ട് ചെയ്തിട്ടാണ് പിന്നെ ഒറ്റത്തടിയായുള്ള വൃക്ഷത്തിൻ്റെ മുകളിലേക്ക് അടക്കം കയറുന്നത്. എന്തായാലും നാട്ടിനെ ഭീതിയില്ലാത്തൊരു പാമ്പിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞുള്ളൊരു ചാരിതാർത്ഥ്യമുണ്ട്. ഇപ്പം തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു സഹകരണമായിട്ട് KSEBിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. ഈ ചുറ്റുവട്ടത്ത് ലൈനുള്ളതുകൊണ്ട് അഥവാ പാമ്പ് അതിൻ്റെ മുകളിൽ നിന്ന് വീണാലോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും അപകടത്തിൽ പെട്ടാലോ എന്നുള്ള രീതിയിൽ KSEBിൻ്റെ ഉദ്യോഗസ്ഥന്മാരടക്കം നമുക്ക് സഹകരിച്ചുകൊണ്ട് ലൈൻ ഓഫാക്കി തരുന്നതും പിന്നെ നാട്ടുകാരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പിന്നെ റെസ്ക്യൂ ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ നന്ദി അറിയിപ്പിച്ചിട്ട് പോയിട്ടാണുള്ളത്. എന്തായാലും സ്വാഭാവികമായിട്ട് ഇതിനൊരു പ്രാഥമികമായിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ പരിക്കോ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉള്ളത്? പ്രത്യേകിച്ച് പുറമെ നോക്കുമ്പോൾ വേറെ പരിക്കുന്ന കാര്യമൊന്നുമില്ല. ഇനി ഡോക്ടറിനെ കാണിച്ചിട്ട് അതിൻ്റെ അവസ്ഥയിലേക്ക് ഇനി എങ്ങോട്ടേക്കാണ് ഇത് അങ്ങനെ തീരുമാനിച്ചത്? ഇല്ല അതിനി റേഞ്ച് ഓഫീസർ നിർദ്ദേശപ്രകാരം അതിൻ്റെ തനത് അവസ്ഥയിലേക്ക് തുറന്നു വിടുന്നത്. എന്തായാലും ഇതിനെ ഉൾക്കാട്ടിലേക്കായിരിക്കും തുറന്നു വിടുന്നത്. അങ്ങനെയല്ല സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. എന്തായാലും നിങ്ങളും കൂടെ അതിന് മുകളിൽ ഉണ്ടായിരുന്നു. അതെ ഉണ്ടായിരുന്നു. ഒരു അനുഭവം കുറച്ച് റിസ്ക് ആയിരുന്നു. ഇതുവരെ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ടൈം എടുത്തിട്ട് ഇത്രയും റിസ്ക് എടുത്തിട്ട് മരത്തിൻ്റെ മുകളിൽ റെസ്ക്യൂ ചെയ്യുന്നത്. മരത്തിൻ്റെ മുകളിൽ ഒത്തിരി റെസ്ക്യൂ ചെയ്തിരുന്നു. പക്ഷേ ഇത്രയും ടൈം എടുത്തിട്ടും വള്ളിപ്പടപ്പുള്ളതുകൊണ്ട് നമുക്കും പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് നീങ്ങാനും ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ പാമ്പുകൾ ഒരു വള്ളിക്ക് ചൊറഞ്ഞതിന് മറ്റേ വള്ളിക്കും ചൊറഞ്ഞിട്ടുമ്പോൾ പെട്ടെന്ന് അതിനെ റെസ്ക്യൂ ചെയ്ത് എടുക്കാനും ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഉറുമ്പും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടുന്ന് അതിൻ്റെ കൊമ്പൊക്കെ തട്ടി ചാക്ക് കയറിയിരുന്നു. അതിനുശേഷം അത് രണ്ടാമത് ഇവിടുന്ന് മാറ്റേണ്ടി വന്നത്. ഇതാക്കാതെ മാറ്റാതെ അത് വീണ്ടും കാരണം ആൾക്കാരുള്ള സമയത്ത് അഥവാ ചാക്ക് കുറച്ചും കൂടി കയറി പുറത്ത് വന്നു പിന്നെ കൂടുതൽ ആൾക്കാർ പാനിക്കാവും. അതുകൊണ്ട് അതിനെക്കാളും സേഫായിട്ട് നല്ലൊരു ചാക്ക് കൊണ്ടുവന്ന് അതിൻ്റെ അകത്തേക്ക് മാറ്റുമായിരുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ ഇതാണ് കാണുന്ന കാഴ്ച. ഇപ്പോൾ വളരെ നമുക്കിതിൽ കാണാം. നേരത്തെ മരത്തിന് മുകളിൽ കണ്ട ഒരു പാമ്പല്ല ഇപ്പോൾ ചാക്കിൽ കിടക്കുമ്പോൾ ഇതിനകത്തുള്ളത്. കാരണം മരത്തിന് മുകളിൽ ഒരു വള്ളിയിൽ ഇവർ പിടിക്കുമ്പോൾ മറ്റൊരു വള്ളിയിലേക്ക് ചാടിപ്പോകുന്നു. അവിടെ നിന്ന് തന്നെ ഇവിടെ താഴേക്ക് ഇറക്കിയ ഘട്ടത്തിൽ ചാക്കിൽ നിന്ന് മാറ്റാൻ വേണ്ടി തുനിയുന്ന ഘട്ടത്തിൽ പോലും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ചീറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ വളരെയധികം ശാന്തനായി ചാക്കിൽ കിടക്കുന്നൊരു കാഴ്ചയാണ് കണ്ടത്. എന്തായാലും നാട്ടുകാരുടെ ആശങ്കയ്ക്ക് നാട്ടുകാരുടെ ഒരു ഭീതിക്കൊക്കെ ഒരു ശമനമുണ്ടായിരിക്കുന്നു. അത് അവസാനിച്ചിരിക്കുന്നു. കാരണം വലിയ തോതിൽ എല്ലാവരും ഭീതിയിലായിരുന്നു കഴിഞ്ഞ 2 ദിവസമായിട്ട്. എന്നാലും ഇപ്പോൾ ആ പാമ്പിനെ ചാക്കിലാക്കാൻ വേണ്ടി കഴിഞ്ഞതോടുകൂടി തന്നെ നാട്ടുകാരുടെ ഭീതി ഒഴിയുന്നു, ആശങ്ക ഒഴിയുന്നു. അവർക്കെല്ലാവർക്കും തന്നെ ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പാമ്പിനെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്, പാമ്പിനെ ചാക്കിലാക്കിയിരിക്കുകയാണ്. ഇനി സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് ഈ പാമ്പിനെ തുറന്നു വിടുകയും ചെയ്യും. കക്കാട് നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ.